ഹലോ. അപ്പം അതൊക്കെ നല്ല മഴയായിട്ടാ. ഞാൻ പറഞ്ഞ അമ്മയോട് വീഡിയോ എടുക്കാൻ വരാം. അമ്മയ്ക്ക് ഇന്ന് പണിയില്ല, അവനും പോയിട്ടില്ല. അപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മ വീഡിയോ എടുക്കാൻ വരാൻ. അമ്മ ഒന്നും വരത്തില്ല. എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി പൊട്ടൊക്കെ കുത്തി കമ്മലൊക്കെ ഇട്ടു. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. അടാ ഞാൻ ഏറ്റപ്പോ ഇപ്പൊ 8:30 ആയപ്പോഴാണ് ഞാൻ ഏറ്റു വരുന്നത്. മഴയൊക്കെ അല്ലേ, ഇന്നലെ സുഖമല്ലേ കിടന്നുറങ്ങാൻ. നീ ഇവിടെ ഇരിക്കുവല്ലേ, റീലൊക്കെ എടുക്കണല്ലേ എന്ന് ഞാൻ ഏതോ ഒരു റീൽ എടുത്തിട്ടു. അതിൽ യക്ഷി ഇന്നും ആൾക്ക് അതേ മുടി വെച്ച് യക്ഷിയാവണം. എന്ത് ഇവരുടെ മെയിൻ പണിയെന്നറിയോ? ഞാൻ കഷ്ടപ്പെട്ട് എവിടുന്നേലും ഒക്കെ കണ്ടുപിടിച്ച് കണ്ടിട്ടുണ്ടാക്കും. എന്നിട്ട് ഇത് ഇവർ ഓരോ ദിവസം അങ്ങെടുത്ത് ചെയ്യും. എനിക്ക് ഇതിനു മുമ്പ് വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ അക്കൗണ്ട് ഞാൻ തന്നെ കൊണ്ട കളഞ്ഞു. അപ്പൊ മഴയത്ത് ഒരു പരിപ്പ് വടയോ അല്ലെങ്കിൽ തന്നെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കണം. എന്താ സുഖം. ഞാൻ അങ്ങനെ കാപ്പി കുടിക്കുന്ന ആളൊന്നുമില്ല. പക്ഷെ എന്താ എനിക്ക് കുടിക്കാൻ തോന്നിയേണ്ടേ കുടിച്ചു. പറയാ അതിന് ബാക്കി അത് ഞാൻ ആ കപ്പിന്റെ അളവിന് വെച്ചതാ. എന്നിട്ട് ഞാൻ അമ്മ പറയാ, എന്നിട്ട് എടി ഇത് കൊള്ളത്തില്ലല്ലോ, ബാക്കി ഉണ്ടെങ്കിൽ അവിടെ വെച്ചേക്കാൻ. എന്നാ ഇടുമ്പോ എന്ന് പറഞ്ഞൂടെ എനിക്ക് ഇവിടെ കുറച്ചുണ്ടാക്കാൻ. അതൊക്കെ തെറ്റാ. തണുത്തുപോയി മാത്ത നേരം വെളുത്തടാ. മാത്തനെ അവനും പാതിരിയെന്ന് തോന്നുന്നു. അവൻ പോസ് ചെയ്യുന്നുണ്ട്. പോസ് രാവിലെ എന്നെ പൊടിച്ചിരിച്ചൂലേ? രാവിലെ പിടിച്ചാൽ മതി അവിടെ ഇരുന്നു അല്ലേ? ഇന്നലെ വൈകുന്നേരം പിടിച്ചപ്പോ നിനക്ക് ഭയങ്കര ജാടയായിരുന്നല്ലോ അവിടെ. ജാടയായിരുന്നു നിനക്ക്. കുഞ്ഞിലിവനെ എടുത്ത് അവൻ ഇരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന അപ്പം മടിയിൽ കയറി വന്ന് സുഖിച്ച് കിടന്നുറങ്ങും. മഴയാകുമ്പോൾ എന്ത് സുഖാലേ, തണുത്ത് ചുരുണ്ട് കൂടി. അത് ബെഡേലൊക്കെ ആശാനി കിടക്കത്തുള്ളൂ രണ്ടെണ്ണത്തിനും. മറ്റോൻ എന്താ പറയാ, ഭയങ്കര ഉപകാരിയാണ്. നമുക്ക് മസാജൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് ചെയ്ത് തരും അല്ലേ? ഏതൊക്കെയും വേദനയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മസാജ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് പൈനാപ്പിൾ പച്ചടി വെക്കാം. അധികം പഞ്ചസാരയൊന്നും വേണ്ട. ഇത് നമ്മുടെ അല്ലേ? പിന്നെ ഇത് വെച്ചോ, എനിക്കെന്തിനാ അവിടെ എന്റെ വക ഇരിക്കട്ടെ. ഒന്നും തന്നില്ലാന്ന് വേണ്ട. കൊണ്ടക്കോ, എനിക്ക് വേണ്ട. പഴുത്ത ചാമ്പങ്ങ ഇലയിൽ കാണുമ്പോ തിന്നാൻ തോന്നൂല. അമ്മേ ഒന്നിനും കൊള്ളൂല. മറ്റേ മധുരവും ഇല്ല, ഫുള്ള് പുഴുവായിരിക്കും. ഇത് കണ്ടോ എന്തോരം പേരൊക്കെ അതിൻ്റെ ഇടയിൽ പഴുത്ത് കിടക്കുന്നേ. ഇവിടെ ഒരെണ്ണവും തിന്നുകയല്ല. എത്ര എണ്ണം നോക്കും നിലത്ത് വീണ് പോകുന്നത്. പണ്ടൊക്കെ ഉണ്ടാകാത്തതിൻ്റെ കുറവായിരുന്നു. ഇപ്പൊ ഉണ്ടായിട്ട് ഒരു മനുഷ്യ കുഞ്ഞിന് വേണ്ട. വലിപ്പം വെക്കല്ലാണ്ട് വലിയ കായൊന്നുമില്ല. 1 or 2 എങ്ങാനും കാണും. അപ്പം സമയം 1:45 ആയിട്ടോ. അപ്പം ഞാൻ 1:45 ആകുമ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞു. രാസനാടിപ്പൊടി തേക്കാം. ഇപ്പോഴും ആരെങ്കിലും ഒക്കെ രാസനാടിപ്പൊടി തേക്കുന്നവരുണ്ടോ? എനിക്കിഷ്ടമൊന്നുമില്ല, പക്ഷെ അമ്മ കണ്ട എന്നെ തേപ്പിക്കും. അപ്പം ഇന്ന് ചായക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിട്ടോ. മുട്ടയുണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി. ബ്രെഡിന് കട്ടിയില്ലാത്തതുകൊണ്ട് ബ്രെഡെല്ലാം പൊട്ടിപ്പോയി. അപ്പം ഇനിയുള്ള മെയിൻ പരിപാടി പുളിയും ചിരക്കലാണ്. പൈനാപ്പിൾ പച്ചടിയും വെച്ചു, ഇനി പുളിയിഞ്ചിയും വെക്കണം. ഇത്രയേ ഇഞ്ചി ഉണ്ട് കേട്ടോ. അത് കുഞ്ഞു ഇഞ്ചി. കുഞ്ഞു ഇഞ്ചി കണ്ണി കാണാൻ പോലില്ല. അപ്പം മറ്റേ ചെത്തി എൻ്റെ കൈയെല്ലാം മുങ്ങി. അതെന്തായാലും ഇഞ്ചി അരിയുമ്പോ ഈ കൈ ഇങ്ങനെ പുകയുന്നേ. അപ്പൊ ഞാനവിടെ അമ്മയ്ക്കത് ശീലായി. 3 കിലോ ഇഞ്ചി എടുത്തിട്ട് കാര്യം ഉപ്പിലിട്ട് ഇതെന്തോരം ഉണ്ടാവുന്നത്? എത്രേനകത്ത് 4 5. പിന്നെ ചോറിന് പപ്പടം ഉണ്ട്, പിന്നെ പുളിയിഞ്ചി ഉണ്ട്. പുളിയിഞ്ചി ഇന്ന് വെച്ചതല്ലേ, നല്ല കൊഴുത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നാളത്തേക്ക് അത് പാകാവും. അല്ല അതിനൊരു ഇതുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു കോഴിക്കുഞ്ഞു വന്ന് അത് കട്ടുകൊണ്ട് പോകും. പിന്നെ ഉച്ചക്ക് വെച്ച പൈനാപ്പിളിന്റെ പച്ചടി ഇട്ട്